മാലിന്യം വലിച്ചെറിയുന്നവരോട് അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഇത്തരക്കാരെ സാമൂഹ്യ വിരുദ്ധരായി കണ്ട് സമൂഹം കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത വിദ്യാലയം, ഹരിതനഗരം, ഹരിത ഭവനം ക്യാമ്പയിൻ, മാലിന്യമുക്ത തൃത്താല മെഗാ ശുചീകരണം എന്നിവ കൂറ്റനാട് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ 10,000 രൂപ പിഴ ചുമത്താൻ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെത്തി സർക്കാരിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുന്നവർക്ക് 2,500 രൂപ പാരിതോഷികം നൽകും. പൊതുസ്ഥലത്തെ പുകവലി നിർത്തിയതുപോലെ മാലിന്യം വലിച്ചെറിയലും നിർത്താൻ നമുക്ക് കഴിയും. വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1,00,000 രൂപയാണ് പിഴ ഈടാക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നഗരം ശുചിയായി സൂക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് വ്യാപാരികളാണെന്നും മന്ത്രി പറഞ്ഞു. നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, AEO കെ പ്രസാദ്, ഡോക്ടർ കെ രാമചന്ദ്രൻ, MV രാജൻ എന്നിവർ സംസാരിച്ചു. തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള മെഗാ യത്നത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ഭവനങ്ങൾ, ഹരിത നഗര കേന്ദ്രങ്ങൾ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിലെ കോളേജുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, പരിസ്ഥിതി ക്ലബ്ബുകൾ, ഭൂമിത്രസേന, സുസ്ഥിര ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ വിദ്യാലയത്തെയും മാലിന്യമുക്ത ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റുക, വിദ്യാലയങ്ങളുടെ പരിസരത്തുള്ള ടൗണുകളുടെ ശുചീകരണം നടത്തുകയും തുടർ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ സന്ദേശം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എല്ലാ വീടുകളിലേക്കും ഈ യത്നം വഴി എത്തിക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് ഇതുവഴി ഏറ്റെടുത്തിരിക്കുന്നത്. കൂറ്റനാട് ടൗൺ, പടിഞ്ഞാറങ്ങാടി, കുമ്പിടി, മേഴത്തൂർ, കൊടിക്കുന്ന്, കുമരനെല്ലൂർ, ചാലിശ്ശേരി, കറുകപ്പുത്തൂർ, പെരിങ്ങോട്, കൂട്ടുപാത, വെള്ളിയങ്കല്ല്, ആറങ്ങോട്ടുകര, തൃത്താല എന്നീ കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യത്നം നടന്നത്. കേരളം മുഴുവൻ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ജനകീയ യത്നത്തിലാണ് ഒക്ടോബർ 2 മുതൽ. ഇത് മാർച്ച് 30 വരെ നീണ്ടു നിൽക്കും. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. മാർച്ച് 30 ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആണ്. ഈ 5 മാസം കൊണ്ട് കേരളത്തിൽ പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള, മാലിന്യമുക്തമാക്കാനുള്ള ഒരു ജനകീയ യത്നത്തിനാണ് നമ്മൾ ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കുന്നത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കക്ഷിരാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ അണിനിരക്കുക, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അണിനിരക്കുക, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരക്കുക. ഇവിടെ ഈ കുട്ടനാട് സെന്ററിലെ പ്രവർത്തനത്തിൽ ഇതാ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടി UKG പഠിക്കുന്ന ഭാവയാമി എന്ന UKG-ക്കാരി മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ ഒരുമിച്ച് അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ ആബാലവൃദ്ധം ആളുകളും ഇതിന്റെ ഭാഗമാണ് എന്നാണത് കാണിക്കുന്നത്. ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കോളേജ് കുട്ടികൾ, അവരുടെ ഉത്സാഹമാണ് ഇതിനേറ്റവും പ്രധാനമായിട്ടുള്ളത്. അവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും വ്യാപാരി സുഹൃത്തുക്കളുടെ സംഭാവന പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അവരോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കയ്യടി കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ NSS-ൽ പ്രവർത്തിച്ച, നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിച്ച നാളുകളാണ് ഓർമ്മ വരുന്നത്. സന്തോഷം. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കുട്ടനാട് ജംഗ്ഷനിൽ നിന്ന് 2 ലോറി മാലിന്യം ഇന്ന് ശേഖരിച്ചതാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 5-ാം തീയതിയാണ്. 3 ദിവസം മുമ്പ് 2-ാം തീയതി വ്യാപാരികൾ ഇതേപോലെ 2 ലോറി മാലിന്യം ശേഖരിച്ചു. എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് വീണ്ടും ഇത്രയും വന്നു എന്നാണ് അർത്ഥം. അതിനി അങ്ങനെ തുടരാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാന കാര്യം. പ്രസിഡന്റ് കുറച്ച് മയത്തിലാണ് പറഞ്ഞത്. പ്രസിഡന്റ് ഒരു അഭ്യർത്ഥനയാണ് നടത്തിയത്. സമൂഹം ഇതിനോട് സഹകരിക്കണം, ഞങ്ങൾ ഇങ്ങനെ എല്ലാ മാസവും വന്നിട്ട് വൃത്തിയാക്കുക,
അതിന് പ്രയോജനമുണ്ടാകുന്നില്ല. അഭ്യർത്ഥനയുടെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.